എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം ഡെയിലി വായിക്കണം. ഒരു ശ്ലോകം വായിക്കാൻ 10 മിനിറ്റ് മതി നമുക്ക്. അപ്പം നിങ്ങൾക്ക് ബുക്കെടുത്ത് വായിക്കാൻ ടൈമില്ലാത്തവർക്ക് ഞാൻ ഒരു ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ മീനിങ് എന്താണെന്ന് പറയാം. അപ്പം ഇന്ന് എൻ്റെ കയ്യിൽ ബുക്കുണ്ട്. അപ്പം ബുക്കിൽ പേജ് എടുത്തിട്ട് ഏത് പേജാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നോക്കുക, 13ാമത്തെ ശ്ലോകമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പേജ് നമ്പർ 492, 13ാമത്തെ ശ്ലോകം. ഭഗവാൻ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിമാശ്രയാഃ ഭജന്ത്യ നന്യ മാനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. അപ്പം ഭഗവാൻ മനോഹരമായിട്ട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നോക്കാം. അല്ലയോ പാർത്ഥ, വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കൾ ദൈവിക പ്രകൃതിയാൽ സംരക്ഷിതമാണ്. സർവഭൂതങ്ങൾക്കും ആദികാരണവും അവ്യയവുമാണ് അവ്യയവുമായ പരമപുരുഷനാണ് ഞാനെന്നതുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവം എൻ്റെ സേവനത്തിൽ മുഴുകുന്നു. അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞേക്കുന്നത്? പിന്നെ ഭഗവാനെ പൂജിക്കുന്ന മഹത്ത് ആത്മാക്കൾ. അപ്പോൾ അതിനെ ഭഗവാൻ മഹത്ത് ആത്മാക്കൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ഭഗവാനെ പൂർണ്ണമായിട്ടും ഭക്തിയോടെ 100% ഭഗവാനെ ആത്മാർത്ഥതയോടെ പൂജിക്കുന്ന മഹത്ത് ആത്മാക്കൾ ഭഗവാന്റെ പ്രഭയാൽ, ദൈവിക പ്രകൃതിയാൽ ഭഗവാൻ അതിനെ സുരക്ഷിതമാക്കി വെച്ചേക്കുവാണ്. അതിൻ്റെ ദൈവിക ശക്തിയാൽ ഭഗവാനെ പൂജിക്കുന്ന മഹത്താത്മാക്കൾക്ക് ഭഗവാൻ സുരക്ഷിതമായ ദൈവിക ശക്തി നൽകിയിട്ടുണ്ട്. ദൈവിക ഒരു സുരക്ഷിത വലയം കൊടുത്തിട്ടുണ്ട്. അപ്പം ഭഗവാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ സർവഭൂതങ്ങൾക്കും ആദികാരണവും അവ്യയനുമായ പരമപുരുഷനാണ്. അപ്പം ഞാനൊരു പരമപുരുഷനാണെന്ന് ഉള്ളത് മനുഷ്യർ തിരിച്ചറിയുക. അപ്പം അതറിഞ്ഞുകൊണ്ട് ഭക്തിപൂർവം എന്നെ സേവിക്കുകയും എൻ്റെ സേവനത്തിൽ മുഴുകുകയും ചെയ്യുന്ന മഹത്ത് ആത്മാക്കൾക്ക് ഭഗവാൻ ഒരു സുരക്ഷിത വലയം കൊടുക്കുന്നു എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ നമുക്ക് പറയുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ ശക്തി, പരമപുരുഷൻ എന്ന ശക്തി അറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ സേവനങ്ങളിൽ നിങ്ങൾ മുഴുകുക. ഹരേ കൃഷ്ണ.